അതായത് സമാധാന അന്തരീക്ഷം കാശ്മീരില് ഇപ്പോൾ നരേന്ദ്രമോദിയാണ് തിരിച്ചു കൊണ്ടുവന്നത്. സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ തുടങ്ങുന്ന കാശ്മീരില് ഭീകരാക്രമണം ആഹ്വാനം ചെയ്ത് കാശ്മീരിൽ വീണ്ടും രക്തപ്പുഴ ഒഴുക്കും ഞാൻ എന്ന് തൻ്റെ പുസ്തകത്തിൽ കൃത്യമായി ഡയറിയിൽ രേഖപ്പെടുത്തിയ ഒരു കൊടും ഭീകരനെയാണ്. കാശ്മീരിൽ ചോരപ്പുഴ ഒഴുക്കാൻ ഞാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് പ്രതിജ്ഞ ചെയ്ത അവസരത്തിലാണ് അവന് കുരുക്ക് വീഴുന്നത്. ഇവരൊന്നും വിദ്യാഭ്യാസമില്ലാത്തവരല്ല. അന്യമതസ്ഥരാരും ഇവരെ ചൊറിഞ്ഞിട്ടില്ല, മാന്തിയിട്ടില്ല, കുത്തിപ്പൊളിച്ചിട്ടില്ല. ഇവരുടെ ആരുടെയും കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതാക്കിയിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല. ഇവരുടെയൊക്കെ മക്കളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി കുരുതി കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഒരു മതവിഭാഗത്തോട് ഇവർക്ക് ഇത്രയധികം അരിശം തോന്നുന്നത്? എന്തുകൊണ്ടാണ്? കാഫിറുകളെ കൊന്നൊടുക്കിയാൽ സ്വർഗത്തിലെ മാറുമുഴുത്ത ഹൂറി. ഇതിനു വേണ്ടിയാണ് ഇവരെ ചെയ്യുന്നത്. താലിബാനിലെ ഭീകരരല്ല ഇവർ. സുഡാനിലെയോ പലസ്തീനിലെയോ ഭീകരരല്ല. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ഇന്ത്യയിലെ മതേതരത്വം ആവോളം നുകർന്ന് ഇന്ത്യൻ പൗരത്വവും പേറി ഇവിടത്തെ ഉപ്പും ചോറും തിന്ന് സംവരണ ആനുകൂല്യങ്ങളിൽ പഠിച്ചു. എന്തുവാ പഠിച്ചത്? ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം മുഹമ്മദിന്റെ സുഗന്ധദ്രവ്യവും കൂടി ഇവര് പഠിച്ചു. മുഹമ്മദിന്റെ ഗന്ധം എന്തായിരുന്നു? കാഫിറുകളുടെ ചോരയായിരുന്നു. ആ കാഫിറുകളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം? അയാൾ ഉന്മൂലനം ചെയ്തു. ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും അത് തന്നെ ചെയ്യണം എന്ന് ഒരു മതവും ഒരു മതപുസ്തകവും കുറച്ച് മതഭ്രാന്തന്മാരായിട്ടുള്ള കാമവട്ടന്മാരെയും ഒക്കെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ആ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര കിതാബിൽ എഴുതിയിരിക്കുന്ന വസ്തുതകൾ ചെറിയ പ്രായത്തിലെ പഠിച്ചു വളർന്നവർ ഡോക്ടറായിട്ടും തലച്ചോറിൽ നിന്നും സാധനം പോയിട്ടില്ല. മറ്റൊരു മനുഷ്യ ജീവൻ രക്ഷിക്കേണ്ടുന്ന ഡോക്ടർമാർ. ഇവരൊക്കെ എങ്ങനെ കാഫിറുകളെ കൊന്നൊടുക്കി ഇസ്ലാമിക രാജ്യമുണ്ടാക്കാം, ആ മേഖലയിൽ ചത്തിട്ടെങ്ങനെ ഹൂറികളുമായിട്ട് വീഴ്ച ചെയ്യാമെന്ന് ചിന്തിച്ചു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഈ മതവും ഈ മതഗ്രന്ഥവും എത്രമാത്രം ആപത്താണ്! എന്തുകൊണ്ടാണ് ഇത് വൈറസ് ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇസ്ലാം എന്നത് ക്യാൻസർ ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? മുറിച്ചു മാറ്റപ്പെടേണ്ടുന്ന ഒരാശയമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ മതത്തിൽ വിശ്വസിക്കുന്ന, ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹു പറയുന്നത് പോലെ ലോകം മുഴുവനും ഇസ്ലാം മതമയമാക്കി കഴിഞ്ഞാൽ തനിക്ക് കിട്ടാൻ പോകുന്ന അനിർവചനീയമായിട്ടുള്ള സ്വർഗീയ ആരാമങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ട് തന്റെ അടുത്ത് താമസിക്കുന്ന സഹജീവി മുസ്ലിമാണോ കാഫിറാണോ എന്ന് നോക്കി അവനെ കൊല്ലാൻ വരുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്നെങ്കിൽ ഇസ്ലാം വലിച്ചെറിഞ്ഞ രാജ്യത്ത് മാത്രം. ഇവരുടെ കൂടെ സമാധാനത്തോടുകൂടി സന്തോഷകരമായി ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് പോലും ഇവരൊരു ഭീഷണിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയിൽ നിന്ന് തങ്ങളുടെ 7 സഹോദരിമാരെ വെട്ടിമാറ്റുമെന്നാണ് ബംഗ്ലാദേശിന്റെ NCP നേതാവായിട്ടുള്ള ഹസനത്ത് അബ്ദുള്ള പറയുന്നത്. അതിനുവേണ്ടി ധാക്ക ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് അഭയം നൽകിയേക്കാമെന്ന് ബംഗ്ലാദേശിന്റെ NCP നേതാവ് പറയുവാണ്. ഇന്ത്യക്ക് അബ്ദുള്ള മുന്നറിയിപ്പ് നൽകുക, 7 പേരെ ഞങ്ങൾ എടുക്കുമെന്ന്. 2 തവണയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പരാമർശിച്ച് തങ്ങളുടെ 7 സഹോദരിമാരെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തും എന്ന് ഭീഷണിയാണ്. അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, പിന്നെന്താണ്, ത്രിപുര, എത്രണ്ണായി? മേഘാലയ, മിസോറാം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്,
നാഗാലാൻഡ്, ത്രിപുര, എണ്ണോ ഇല്ലേ? ഈ 7 പിന്നെ നോക്കട്ടെ എണ്ണായെന്ന്. അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. ഓക്കെ ആയില്ലേ? ഈ 7 സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശുമായി കരവഴി അതിർത്തി പങ്കിടുന്ന 4 സംസ്ഥാനങ്ങളാണ് ലക്ഷ്യം വെച്ചത് അവര്. ധാക്കയിലെ സെൻട്രൽ ഷഹീദ് മിനാറില് ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അബ്ദുള്ള ബംഗ്ലാദേശ് വിഘടനവാദികൾക്കും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും അഭയം നൽകുമെന്ന് അവകാശപ്പെടുന്നു. ഈ പ്രസ്താവനകൾ സദസ്സിൽ നിന്ന് ഉച്ചത്തിലുള്ള കയ്യടിയോടുകൂടിയാണ് ആളുകൾ സ്വീകരിച്ചത്. ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വിശാലമായിട്ടുള്ള പ്രാദേശിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അബ്ദുള്ള പറയുകയും ചെയ്തു. സ്വാതന്ത്ര്യം ലഭിച്ച് 54 വർഷങ്ങൾക്ക് ശേഷവും രാജ്യത്തിന്റെ മേൽ നിയന്ത്രണം ചെലുത്താൻ ശ്രമിക്കുന്ന ഇന്ത്യൻ കഴുകന്മാരുടെ ശ്രമങ്ങൾ ബംഗ്ലാദേശ് തുടർന്നും നേരിടുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അബ്ദുള്ള വിമർശിച്ചിട്ടുണ്ട്. അതിനെ നട്ടലില്ലാത്തത് എന്നാണ് അയാൾ വിളിച്ചത്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ഉസ്മാൻ ഹാദിക്കെതിരായിട്ടുള്ള ആക്രമണത്തെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് തരംതിരിക്കാനുള്ള തീരുമാനത്തെ അയാൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോ ഉസ്മാൻ ഹാദിയെ കൊന്നതാണ് ഇവന്റെ പ്രകോപനത്തിന് കാരണം. പക്ഷേ കിഴക്കൻ ഇന്ത്യയെ ബാധിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിലും അതുപോലെ ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്നതിലും പങ്കുണ്ട് എന്ന് ആരോപിച്ച് ഇന്ത്യൻ ഏജൻസികൾ ഹർക്കത്തുൽ ജിഹാദുൽ ഇസ്ലാമി, ഇവരിഷ്ടം പോലെ ഉണ്ടല്ലോ, ഹുജീന അറിയപ്പെടുന്നത്, ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ്, ഈ ഗ്രൂപ്പുകളെയൊക്കെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ ഹസനത്ത് അബ്ദുള്ളയുടെ പരാമർശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയെ ബംഗ്ലാദേശുമായിട്ട് ലയിപ്പിക്കുക എന്ന ആശയം നിരുത്തരവാദപരവും അപകടകരവുമാണ് എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. അത്തരം പ്രസ്താവനകളിൽ ഇന്ത്യ മൗനം പാലിക്കില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചങ്കുറപ്പുള്ള നട്ടലുള്ള നേതാവാണ് ഹിമന്ത ബിശ്വ ശർമ്മ. കഴിഞ്ഞ 1 വർഷമായി വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ വേർപെടുത്തി അതെല്ലാം ബംഗ്ലാദേശിന്റെ ഭാഗമാക്കണമെന്ന ആ രാജ്യത്ത് നിന്ന് വീണ്ടും വീണ്ടും പ്രസ്താവനകളും വിഷമുദ്രാവാക്യങ്ങളും വെല്ലുവിളികളും വന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ലുംഡിങ്കിൽ നിന്ന് ഒരു പരിപാടിക്കിടെ മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് അസം മുഖ്യമന്ത്രി ശക്തമായ രൂപത്തിൽ ഇത് പ്രകോപനപരമാണ്, ഇന്ത്യയുടെ മതേതര വികാരം ഇളക്കി വിടാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംശയമില്ല, ഇതുപോലത്തെ ഒരവസ്ഥ നാളെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ വന്നിട്ട് നമ്മളാരും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അതല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്കും ഒന്നും ചാവാതിരിക്കാനാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച്, ഈ രാജ്യത്തിൻ്റെ ഈ പോക്കിനെ കുറിച്ച് നമ്മൾ വല്ലാതെ ആകുലപ്പെടുന്നു. വർഗീസിന് എന്താണ്? വർഗീസ് ഡോക്ടറാണോ? വർഗീസ് ഡോക്ടറാണോ? വർഗീസ് ഫേക്ക് ഐ ഡി ആണല്ലോ. വർഗീസ് തൽക്കാലം ഒരു കാര്യം ചെയ്യേ, പോയൊരു മൂലക്കിരിക്കും. എനിക്ക് ഫേക്ക് കോളികളെ അല്ലെങ്കിലേ ഇഷ്ടമില്ലാത്ത ആളാ ഞാൻ. എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എനിക്ക് പനിയുണ്ടെന്ന് തോന്നിയോ? അവന് മാത്രം എനിക്ക് പനിയുണ്ടെന്ന് തോന്നി. കുറേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, കാക്ക പോയി തൽക്കാലം റെസ്റ്റ് എടുക്കുക. അപ്പോ നാളെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇവരെ ഇങ്ങനെ തന്നെ വളരാൻ അനുവദിച്ചാൽ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഇടയ്ക്കിടെ പറയുന്നത്, ലോകത്ത് 50-ലധികം മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിട്ടും ഒരു മുസ്ലിം സ്ത്രീ ഭരണാധികാരി
ഷെയ്ഖ് ഹസീന എന്തേ ഇന്ത്യയിൽ തന്നെ അഭയം ചോദിച്ചത്? ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള, മുസ്ലിം വിരുദ്ധനായിട്ടുള്ള നരേന്ദ്രമോദി എന്നല്ലേ ഇവരൊക്കെ ആരോപിക്കാറുള്ളത്. എന്തേ? ജീവൻ ഭയന്ന് അവർ ഭാരതത്തിലാണ് അഭയം തേടിയത്. അതും ഭാരതത്തിലെ മുസ്ലിങ്ങൾ മുസ്ലിം വർഗീയത ആരോപിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഒരു മുസ്ലിം രാഷ്ട്രവും അവിടെ നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാകും, ധൈര്യമായിട്ട് വന്നോ, സംരക്ഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നരേന്ദ്രമോദി തന്റെ മാതാവിന്റെ ജീവൻ രക്ഷിക്കുക, സംരക്ഷിക്കുക. അതായത് തനിക്ക് ജന്മം നൽകിയ രാജ്യം ഇതാണ്, ഈ രാജ്യത്തെ സംരക്ഷിക്കണം. ഈ രാജ്യത്ത് നിന്നും പിറവി കൊണ്ടതാണ് ബംഗ്ലാദേശ്. ഒരു സ്ത്രീ തന്നോട് സംരക്ഷണം ചോദിക്കുന്നു. തന്റെ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും വേണ്ടി താൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എക്കാലവും നരേന്ദ്രമോദിയോടും ആർഷഭാരത സംസ്കാരത്തോടും താൻ നന്ദിയുള്ളവനായിരിക്കുമെന്ന് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകൻ എഴുതിയ കത്ത് നമ്മൾ വായിച്ചതല്ലേ. തന്റെ തള്ളയെ കൊല്ലാക്കൊല ചെയ്യാൻ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു നിർത്തിയല്ലോ. നമ്മുടെ കേരളത്തില് എന്തെല്ലാം രൂപത്തിലുള്ള വർഗീയതകൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ രൂപത്തിലുള്ള ഭീകരതകൾ നടക്കുന്നുണ്ട്. മത വർഗീയത, വിഭാഗീയത, യുദ്ധ കലാപ ആഹ്വാനങ്ങൾ. ഉത്തരേന്ത്യയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു മുമ്പ്, അല്ലെ? സഹതാപത്തോടുകൂടി ഉത്തരേന്ത്യ, കാശ്മീര്, സിറിയ എന്നൊക്കെ പറഞ്ഞിട്ട് മോങ്ങിയിരുന്ന ആളുകൾ ഇന്നെവിടെ? യൂറോപ്പിലെ ഇന്ത്യക്കാർക്ക് നേരെ അയ്യോ തീവ്രവാദികൾ എന്തൊക്കെയോ ചെയ്യുന്നു. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദുർബലരായിട്ടുള്ള ക്രൈസ്തവർക്കെതിരെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും അപലപിച്ച് നിങ്ങൾ കേട്ടോ? ഇവിടെയുള്ള വേട്ടക്കാർ ഇരകളും അവിടെയുള്ള ഇരകൾ ഇവർക്ക് വേട്ടക്കാരുമാണ്. അവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടെയും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളുടെയും ഒക്കെ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദുർബലരായിട്ടുള്ള തൊലി കറുത്ത ക്രിസ്ത്യാനികളുടെയും ഒക്കെ അവസ്ഥ എത്ര ശോചനീയമാണ്. കേവലം അക്രമികളെ പിടികൂടുന്നതിന് പകരം ഈ മത തീവ്രവാദ ചിന്ത ഇവിടെ നിന്നാണ് വരുന്നത്. ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഇസ്ലാം മത തീവ്രവാദം അരങ്ങ് തകർത്തു വാണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഇസ്ലാം മത തീവ്രവാദികൾക്കോ തീവ്രവാദത്തിനോ എതിരെ സംസാരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ പോലും ഭയക്കുന്നു. ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ മുസ്ലിങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്നു എന്നായിരുന്നു കേരളത്തിൽ. ഇസ്രയേൽ ഹമാസിനെ തിരിച്ചടിച്ചപ്പോൾ അയ്യോ പോരാളികളാണ് ഹമാസ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമെന്നായിരുന്നു ഇവര് പറഞ്ഞിരുന്നത്. കേരളത്തിൽ നടക്കുന്ന കുറച്ചു കാലങ്ങളായിട്ടുള്ള അത്ഭുത പ്രതിഭാസങ്ങളിൽപ്പെട്ടതാണ് അതൊക്കെ. അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു തുടങ്ങി. അതിന് ഇവര് കൂട്ടക്കരച്ചില്ല. എന്തിന്? നമ്മുടെ രാജ്യത്ത് അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യം തിരിച്ചയക്കുന്നില്ലേ? അവര് കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏത് രാജ്യത്ത് പോകുമ്പോഴും മതിയായിട്ടുള്ള രേഖകൾ വേണം. ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് മടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കണം. ട്രംപിനെ മാത്രമല്ല, നരേന്ദ്രമോദിയെ വരെ പൂരെ തെറി വിളിച്ചു വന്നിവരൊക്കെ. അപ്പോ അത് സുഡുക്കൾ മാത്രമല്ല, നമുക്കറിയാം. അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ തിരിച്ചയച്ചതില് രാജ്യത്തിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന നേതാവ് ഗണ്ഡി രംഗത്ത് വന്നു. പഹൽഗാം നടന്ന സമയത്ത് പ്രിയങ്ക വാദ്ര, അല്ലെ, റോബർട്ട് വാദ്ര, നമ്മൾ കണ്ടതാ. അപ്പോൾ ഇവരെയൊക്കെ പാർലമെന്റിലേക്ക് അയക്കണമെന്നും ഇവരെയൊക്കെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിൽ ഇരുത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ മുക്കാൽ മീഡിയയൊക്കെ എന്താണ് ഇവിടെ പറഞ്ഞാഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്? അവർക്ക് വേണ്ടതും ഇസ്ലാം മത രാജ്യമാണ്. ബംഗ്ലാദേശിൽ ഒരു തീവ്രവാദി ചത്തുപോയതിൽ ഇവിടെ എത്ര പേരാ കരയുന്നത്? ഭാഗ്യം മയ്യത്ത് നമസ്കരിച്ചില്ല. സുഡാപ്പി കമ്മി കൊങ്ങികളൊക്കെ മനസ്സിലാക്കണം. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് കസേര അലങ്കരിക്കുന്നത്
ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വലിഞ്ഞു കയറി വന്ന മുറിയന്മാർക്ക് സംരക്ഷണം ഒരുക്കുന്ന പണിയല്ല അയാൾക്കുള്ളത്. മുറിയന്മാരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് പിടിച്ചിരുത്തി തെരുവോരങ്ങളിൽ മുസല്ലയിട്ട് നമസ്കരിക്കാൻ, പച്ചക്കൊടി കാണിക്കാനല്ല ആ മനുഷ്യൻ ജയിച്ച് പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നത്. അയാളുടെ മാതൃരാജ്യത്തെ സുരക്ഷിതമാക്കാനാ, ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് വളർത്താനാ അദ്ദേഹം ഒരുപാട് വാഗ്ദാനങ്ങൾ ആ രാജ്യക്കാർക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുന്ന് കഴിയുമ്പോൾ അതൊക്കെ മറന്നിട്ട് വീണ്ടും ഭാരതത്തിലെ അതല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലെയും ഇത്തരം തീവ്രവാദികളെയൊക്കെ സുഖിപ്പിച്ചു കൊണ്ടുവന്നിരുത്തി അതൊക്കെ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ മറക്കാനല്ല. അയാൾ ഒരു ഊച്ചാളി രാഷ്ട്രീയക്കാരനല്ല ട്രംപ്. അപ്പോ തന്നെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണോ അതൊക്കെ അയാൾ നിറവേറ്റും. ഒന്നൊന്നായി മനസ്സിലാക്കി അയാൾ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് ആ ജനതയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ മനുഷ്യനെ വീണ്ടും അവർ തിരഞ്ഞെടുത്തത്. അപ്പോ ഇവിടെയുള്ള ആളുകൾ കൂട്ടമായിട്ട് കരയുന്നു. ഇന്ത്യക്കാരെ തിരിച്ചയച്ചു. അവര് ചങ്ങലയിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഈ തീവ്രവാദികളൊക്കെ തിരിച്ചാക്രമിച്ചാൽ എന്ത് ചെയ്യും? 205 ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു. ഇന്ത്യക്കാർക്ക് എന്താ കൊമ്പും തുമ്പിക്കൈയൊക്കെ? അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാരും തന്നെ ഭാരത സർക്കാരിനെയോ നരേന്ദ്രമോദിയുടെയോ റെക്കമെൻഡ് ലെറ്ററുമായിട്ട് അമേരിക്കയിലേക്ക് പോയവരല്ല. ഭാരതത്തിന്റെ എല്ലാ നിയമങ്ങളും നയങ്ങളും തെറ്റിച്ച്, അമേരിക്കയുടെ എല്ലാ നയങ്ങളും നിയമങ്ങളും തെറ്റിച്ച് അമേരിക്കയുടെ അയൽ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും കാനഡയിലേക്ക് എത്തി സൗത്ത് അമേരിക്കയിലെ മെക്സിക്കൻ കുടിയേറ്റ മാഫിയ വഴി അവരുടെ ഏജന്റുകൾ മുഖേന പണം കൊടുത്ത് വശീകരിച്ച് മെക്സിക്കൻ അതിർത്തിയിലൂടെയും അല്ലാതെയും ഒക്കെ നടന്നും വള്ളത്തിലും വെള്ളത്തിലും കപ്പലിലും കള്ളക്കടത്ത് ബോട്ടിലും ട്രക്കിലും കാറിലും നീന്തിയും വ്യാജ പേരുകളിലും ഐഡികളിലും ഒക്കെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇല്ലീഗലായിട്ട് സഞ്ചരിച്ചിട്ടാണ് ഇവര് അമേരിക്കൻ ബോർഡർ ക്രോസ് ചെയ്തിട്ടുള്ളത്. മറ്റേതാനും ചില ആളുകൾ വിസിറ്റിംഗ് വിസയിൽ അമേരിക്കയിലെത്തി കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോകുന്നില്ല, മുങ്ങി നടക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളിന് ആരായിരുന്നാലും ഖലിസ്ഥാനികളുണ്ട്, സുഡാപ്പികളുണ്ട്. ഇവരെയൊക്കെ എന്ത് ചെയ്യണം? അപ്പോ തിരിച്ചയക്കപ്പെട്ടവരിൽ അനധികൃതമായി മറ്റു രാജ്യക്കാരുടെ കടകളിലും ചെറുകിട ഹോട്ടലുകളിലും ഒക്കെ ജോലി ചെയ്തിരുന്ന ആളുകളുണ്ട്, വാഹനക്കള്ളന്മാരുണ്ട്, മയക്കുമരുന്ന് വിൽപ്പനക്കാരുണ്ട്, അതുപോലെ കത്തിക്കുത്ത് ബലാത്കാരം, കൊള്ള, കൊല, മോഷണം ഇതൊക്കെ നടത്തിയ ആളുകളുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളുണ്ട്. മയക്കുമരുന്ന് മാഫിയയുടെ ഗുണ്ടകളുണ്ട്, ഹമാസ് അനുകൂലികളുണ്ട്, ഹമാസ് ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് പ്രകടനം നടത്തിയ ആളുകളുണ്ട്. അമേരിക്കയുടെ സ്വസ്ഥതയും സമാധാനവും കളയുന്നതിന് വേണ്ടി ഹമാസ് എന്ന ഒരു ഭീകര സംഘടനയെ അമേരിക്കൻ കലാലയങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചവരുണ്ട്. ഇസ്രായേലിന്റെ പതാക കത്തിച്ചവരുണ്ട്, ഇന്ത്യയുടെ പതാക കത്തിച്ചവരുണ്ട്, ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിച്ചവരുണ്ട്, വിവിധ കേസുകളിൽപ്പെട്ട് ക്രിമിനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ അമൃത്സറിൽ അന്ന് വന്നിറങ്ങിയത്. അവരൊക്കെയാണ് ഇന്ന് പറയുന്നത് ഒയ്യോ ഇന്ത്യ നാണം കെട്ടുപോയെന്ന്. അവര് അമേരിക്കൻ സൈനിക വിമാനമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടത്. വിമാനത്താവളത്തിൽ റൺവേയില് തള്ളിയിട്ടിട്ട് അവർ തിരിച്ചു പോയില്ല. നേരെ മറിച്ച് ഓരോരുത്തരുടെയും കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിശദമായിട്ടുള്ള ഫയലുകൾ, ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇന്ത്യൻ അധികൃതർക്ക് കൃത്യമായി നൽകി അവരെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് കൈമാറി ഇവരെ ശിക്ഷിക്കാൻ നിങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ടാ പോയത്. അങ്ങനെ ഇവിടത്തെ ആളുകൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. മതിയായിട്ടുള്ള യാത്രാരേഖയില്ലാതെ ഇന്ത്യയിൽ നിന്നും പോയവരെങ്ങനെ പോയെന്ന് അറിയണ്ടേ? അവരാരാ കൊണ്ടുപോയെന്ന് അറിയണ്ടേ? അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കൊക്കെ അവർക്ക് ശിക്ഷ കിട്ടണ്ടേ? നുഴഞ്ഞു കയറിയത് എന്തിനാണെന്ന് അറിയണ്ടേ? ഇന്ത്യയിൽ വിചാരണ നേരിടേണ്ടി വരും. അതിനനുസരിച്ച് നല്ല പെട്ടയും കിട്ടും, ശിക്ഷയും കിട്ടും, പാസ്പോർട്ടും ബാൻ ചെയ്യും. ഏകദേശം 7,25,000 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ടെന്നാണ് കണക്ക്. അതിനകത്ത് 18,000 ആളുകളെ ഓൾറെഡി അമേരിക്കൻ ഭരണകൂടം കണ്ടെത്തി. അതിനകത്ത് ക്രിമിനൽ കേസുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ട്. എല്ലാം കേസുകൾ കഴിഞ്ഞ ശേഷം അവരെ തിരിച്ചയക്കുമെന്നാണ് പറഞ്ഞത്. അവർ അവിടെ തന്നെ വിചാരണ നേരിടേണ്ടി വരും. അനധികൃത കുടിയേറ്റക്കാര്, പ്രത്യേകിച്ച് ഈ മുസ്ലിം തീവ്രവാദികള് എല്ലാ രാജ്യത്തും കുടിയേറിയിടത്തെല്ലാം ഒരു തലവേദനയായിട്ട് മാറിയിട്ടില്ലേ?
അതുകൊണ്ട് അമേരിക്കൻ ജനതയുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിന് കുടിയേറ്റക്കാരെ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ്. ഇതിന് ഇന്ത്യ ഗവൺമെന്റിനെ എന്തിനാ നിങ്ങൾ എതിർ സ്ഥാനത്ത് നിർത്തുന്നത്? ഇസ്ലാമിക രാജ്യങ്ങൾ ഖുർആനും കൊടുത്ത്, ഒരു കയ്യിൽ ആയുധവും കൊടുത്ത്, തലച്ചോറിലേക്ക് അന്യമത വിരുദ്ധതയും കൊടുത്ത്, ചെന്ന് കയറി ചിതറി തെറിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വർഗം കിട്ടുമെന്നും പഠിപ്പിച്ചു കൊടുത്ത് യൂറോപ്പിലേക്ക് കുടിയേറാൻ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഭാരതം അത് ചെയ്തിട്ടില്ല. ഒരു രാജ്യത്തേക്കും അനധികൃതമായി കുടിയേറ്റം നടത്താൻ അറിഞ്ഞുകൊണ്ട് ഈ രാജ്യം അനുവദിക്കില്ല. അതുകൊണ്ട് ഭാരത പൗരത്വമുള്ളവർ അനധികൃതമായി മറ്റു രാജ്യങ്ങളിൽ പോയി കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ഉത്തരവാദിത്വം പറയേണ്ടുന്ന വ്യക്തിയല്ല നരേന്ദ്രമോദി. ജോലിയും മറ്റുമൊക്കെ ആയിട്ട് നേരായ മാർഗത്തിലൂടെ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള അപകടങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യം കൃത്യമായിട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാതെ അവിടെ പോയിട്ട് 15 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന ഒരു പയ്യനെ അടിച്ചു കൊന്ന അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ 35 കോടി 35 കോടി അങ്ങ് കൊടുത്തോന്നും പറഞ്ഞ് രക്ഷപ്പെടുത്താൻ പറ്റില്ല. യമനില് കെട്ടിയവനെ മോളെയും ഒക്കെ കളഞ്ഞിട്ട് ഒരു കാമുകന്റെ പിന്നാലെ അവന്റെ സമ്പത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ഒടുവിൽ അവനെ കൊന്ന് 110 കഷ്ണമായിട്ട് വാട്ടർ ടാങ്കിലിട്ട് നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഇന്ന് ഇത്ര കോടി കൊടുത്ത് രക്ഷിച്ചോ? ഒന്നും ഇന്ത്യക്ക് പറ്റില്ല. റഷ്യയും ഉക്രൈനും ഒക്കെ തമ്മിലുള്ള യുദ്ധം നിർത്തിവെപ്പിച്ചതാരാ? ഇന്ത്യനാ. നമ്മുടെ പൗരന്മാരെ ഇന്ത്യയിലേക്ക് സർക്കാർ ചെലവില് വിമാനമാർഗം കൊണ്ടുവന്നത് ഈ ഇന്ത്യ മഹാരാജ്യം അവർക്ക് നൽകിയ ഏറ്റവും വലിയ ബഹുമതിയാ. ഇന്ത്യൻ പൗരത്വത്തിന് വിലയുണ്ടായി എന്ന് നരേന്ദ്രമോദി ഭരണത്തിൽ അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. പല യുദ്ധങ്ങൾക്കും മീഡിയേഷന് വേണ്ടി പോലും ഇന്ത്യയെ തീരുമാനിക്കപ്പെടുന്നത് ഈ ഭാരതം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഈ ഭാരതത്തില് അനധികൃത കുടിയേറ്റക്കാർ ഒരു തലവേദനയായിട്ട് മാറിയതോടുകൂടിയാണ് നമ്മളിവിടെ CAA നിയമം കൊണ്ടുവരണം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അമിത്ഷാ ചെയ്തത്. അതിലൂടെ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള പാക്കികളെ, ബംഗ്ലകളെ, അഫ്ഗാനികളെ നാടുകടത്തും. അതോടുകൂടി നിയമപരമായ മാർഗങ്ങളിലൂടെ ഭാരതത്തിലെത്തി ജോലി ചെയ്യുന്ന ബംഗ്ലകൾക്ക് ഒരു കുഴപ്പമില്ല. പാകിസ്ഥാനിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അനധികൃതമായിട്ട് ഇന്ത്യയിൽ കടന്നുകൂടി ഇവിടെ ക്രിമിനൽ കുറ്റങ്ങളിൽ, തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളെ മാത്രം പിടികൂടിയാൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയുമോ? ഇത് തന്നെയാണ് അമേരിക്കയും ചെയ്തത്. നാടുകടത്തിയവരെ അമേരിക്കൻ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നതിൽ നിങ്ങൾ എന്തിനാ വേദനിക്കുന്നത്? നമ്മുടെ നാട്ടില് കുറ്റകൃത്യങ്ങളുടെ ഗൗരവം, കുറ്റവാളികളുടെ സ്വഭാവം ഇതൊക്കെ അനുസരിച്ച് ജയിലിൽ നിന്നോ മറ്റൊരു ജയിലിലേക്ക്, കോടതിയിലേക്ക്, ആശുപത്രിയിലേക്ക് വിലങ്ങണിയിച്ചല്ലേ കൊണ്ടുപോകുന്നത്. വിലങ്ങണിയിക്കാതെ കൊണ്ടുപോയപ്പോൾ നമ്മൾ കണ്ടില്ലേ ഒരു ഡോക്ടറെ ഒരു കുറ്റവാളി കൊന്നത്. ഇവരെ കൈകാലുകൾ ബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്നത് അമേരിക്കയുടെ രീതിയാ. അമേരിക്കയിൽ കുറ്റവാളികളെ ജയിലിന് പുറത്തേക്ക് ഒരു പ്രത്യേക ഒരു ഗ്യാങ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ, കാരണം ഇവർ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ളവരാ, വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ക്രിമിനലുകളാണ് ഇവര്. അതുകൊണ്ട് കയ്യും കാലും ചങ്ങലയിട്ട് കൊണ്ടുപോയി. ഇതിൽ വേദനിക്കുന്ന ആൾക്കാർ പൂമാലയിട്ട് അങ്ങോട്ട് സ്വീകരിച്ചോ? അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചതാണ്. അല്ലാതെ ക്രിമിനലുകൾ അടങ്ങിയിട്ടുള്ള 200ഓളം വരുന്ന ഒരു ഗ്യാങ്ങിനെ വിമാനത്തിനകത്ത് അഴിഞ്ഞാടാൻ അനുവദിക്കാൻ പറ്റുമോ? ചങ്ങലയിടാതെ കൊണ്ടുവരാൻ പറ്റുമോ? അത് അതിനേക്കാൾ വലിയൊരു ദുരന്തത്തിൽ കലാശിക്കാം. വണ്ടി വേണമെങ്കിൽ അവന്മാർ പൊട്ടിക്കും. ആ വിമാനം ഇന്ത്യയിൽ എത്തുമോ? അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ 6-ാം നൂറ്റാണ്ടിന്റെ മദ്രസ പുസ്തകം മോദിക്കൊണ്ടിരുന്ന തലയ്ക്കകത്ത് വെളിച്ചം വെക്കത്തില്ല. മനസ്സിലായ? അപ്പോ ചില സിനിമകളിലൂടെയെങ്കിലും നമുക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോ ഇവരെ C-16 മിലിറ്ററി എയർക്രാഫ്റ്റിന് പകരം ഇവരെയൊക്കെ പാസഞ്ചർ കൊമേഴ്സ്യൽ എയർക്രാഫ്റ്റിൽ കൊണ്ടുവരാൻ ലോജിസ്റ്റിക്കലി നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല. തന്നെയുമല്ല അതത്ര സുരക്ഷിതവുമല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോ അവരെ ഇവിടെ കൊണ്ടുവന്ന് കൊന്നില്ലല്ലോ, അവിടെയും കൽത്തുറങ്കിൽ അടച്ചിട്ടില്ലല്ലോ. അപ്പോ ഇത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെ വെല്ലുവിളിയാണ് എന്നിവരെ മുറവിളി കൂട്ടുമ്പോൾ ഇവരോട് വിവരദോഷികളോട് സഹതാപമേ തോന്നുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇവർ ചിന്തിക്കുന്നത്? 10-35 വർഷം അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്താലും വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് അവിടെ തുടർന്നാൽ സൗദിയെ പിടിച്ചകത്തിടും. ചിലപ്പോൾ ചാട്ടവാർ അടിയും കിട്ടും. പൊതുമാപ്പ് കിട്ടുന്നത് ഒരു ജയിലിൽ കിടന്ന് നോമ്പുകാലമാണെങ്കിൽ നോമ്പും പിടിച്ചിട്ട് അവിടെ കയറി കിടക്കേണ്ടി വരും. വർഷങ്ങളോളം അവിടെ കിടന്ന് അധ്വാനിച്ചതിന്റെ പേരിൽ മറ്റ് ജീവനക്കാരനും
അറബികൾ ഇതുവരെ പൗരത്വം കൊടുത്ത ചരിത്രമില്ല. അമേരിക്കയിൽ അനധികൃത താമസക്കാരെ പുറത്താക്കിയാലും ഭാരതം ബംഗ്ലാദേശികളെ പുറത്താക്കിയാലും ഫാസിസം. സൗദി രാജാവ് പൊതുമാപ്പ് നൽകി നാട് കടത്തിയാൽ ഓഹ്, എന്താ കാരുണ്യമല്ലേ, കൊള്ളാലടാ. നിന്റെയൊക്കെ ബർമുടയും വള്ളി നിക്കറും നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. നിന്റെയൊക്കെ ഈ കൂട്ടക്കരച്ചിലുണ്ടല്ലോ എതിർഭാഗത്ത് ഞമ്മന്റെ ആളുകൾ വരുമ്പോൾ മാത്രം. ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഉറക്കം കെടുത്തുന്നത് ഒന്ന് ട്രംപാണ്, 2 നരേന്ദ്രമോദിയാണ്, 3 നെതന്യാഹു ആണ്. ആ നെതന്യാഹു ഉണ്ടാക്കിയ അഗ്നി ഉണ്ടല്ലോ, അത് കെട്ടാൻ അണയാൻ പോകുന്നില്ല. കാരണം നെതന്യാഹു കരുതി കൂട്ടി തന്നെയാണ് ഇവന്മാരുടെ ആസനത്തിൽ ആണിയടിക്കുന്നത്. അതെന്താ പേര് മാറ്റിയിട്ടില്ലെങ്കിൽ ബൂമറാങ്ങേ? പേര് മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താണ്, നിന്റെ വാപ്പയ്ക്കായോ ഈ രാജ്യം? നിന്റെ വാപ്പയ്ക്ക് ഈ രാജ്യം സ്വേച്ഛാധിപരമായിട്ട് എഴുതി കിട്ടിയോ? നിന്റെ തന്തയാണോടാ ഇന്ത്യയിലെ രാജാവ്? പ്രധാനമന്ത്രി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ആണോ? മദ്രസയിൽ പോയി പഠിച്ചാൽ ഇങ്ങനെ ഇരിക്കും. മാതി എന്ന് പറയുമ്പോ മരവീന്നേ കേൾക്കും. തലച്ചോറ് കൊണ്ടല്ലല്ലോ ചിന്തിക്കുന്നത്. ലിംഗത്തിൽ നിന്ന് കൈയെടുക്കടാ, തലച്ചോറ് കൊണ്ട് ചിന്തിക്കടാ. ഈ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിങ്ങളും പേര് മാറ്റേണ്ടി വരുമോ? തട്ടമിടേണ്ടി വരുമോ? പൊന്നാനിയിൽ പോയി അറ്റം വെട്ടേണ്ടി വരുമോ? അതെ, നിന്റെ തന്ത ഈ രാജ്യത്തിന്റെ പരമാധികാരം ഒന്ന് ഏറ്റെടുത്ത് ഇറാനിലെ ഒരു പരമോന്നത നേതാവുണ്ടല്ലോ, ആ സ്ഥാനത്തൊക്കെ വരട്ടെ. അപ്പൊ നമുക്ക് ആലോചിക്കാം. കാഫിറുകളുടെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വേറെ രാജ്യമുണ്ടാക്കി പോയതാണ് ഇവര്. ഞങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ഭാഗിക്കണമെന്ന് പറഞ്ഞിട്ട് മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ഭാഗിച്ചു. എന്നിട്ട് 100 കൊല്ലത്തിനകം ഭാരതത്തില് വീണ്ടും ഇവര് പെറ്റുപെരുകി ശേഷിക്കുന്ന ഭാരതത്തെ കൂടി ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം എന്ന ചിന്ത പുലർത്തി. അത്തരം പ്രവർത്തന മേഖലകളിൽ ഇവര് സജീവമായി. എന്നിട്ട് ഇവിടെ നിന്ന് പോകാതെ, പാകിസ്ഥാനിലേക്ക് പോകാതെ ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ പുതിയ ഉഡായിപ്പുമായിട്ട് വന്നു. ബലൂചിസ്ഥാനും സിന്ധും ഇന്ത്യയുടെ കൂടെ ചേരണമെന്ന് പറയുന്നത് കേട്ടില്ലായിരുന്നു. പാകിസ്ഥാനിലുള്ള, ശ്രദ്ധിച്ചു കേട്ടോ, പാകിസ്ഥാനിലുള്ള 20 കോടിയും ബംഗ്ലാദേശിലുള്ള 15 കോടിയും എത്രയായി? 25. ഇന്ത്യയിലെ 25 കോടിയും ചേർന്നാൽ എത്രയായി? ഇവർക്ക് പിന്നെ 100 കോടി ഹിന്ദുക്കളെ കൊന്നും കൊലവിളിച്ചും കീഴ്പ്പെടുത്താൻ എത്ര വർഷം വേണ്ടി വരും? ഭീകരവാദം കൃഷി ചെയ്യുന്ന, തീവ്രവാദികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് തന്നെ ഇന്ത്യ വിരുദ്ധതകൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ആഭ്യന്തര കലാപത്തിനു വേണ്ടി, അതിന് വിശുദ്ധ യുദ്ധം എന്ന് പേരിട്ട് അതിനു വേണ്ടി കാതോർത്ത അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഊഴക്കാരെ തിരിച്ചറിഞ്ഞാൽ മതി. ചതിയന്മാരാണ്. ഭീകരവാദികളായിട്ടുള്ള പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നന്ദികെട്ട കുറെ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവര് അവരുടെ വയറ്റിപ്പിഴപ്പാണോ അതോ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് അവർക്ക് അറിയാത്തത് കൊണ്ടാണോ എന്നല്ല, ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോകും. ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഇസ്ലാം എന്ന ക്യാൻസറിനെ കൂടുതൽ ആളുകൾ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്? പൊതുസമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ വക്താക്കളാണ് എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ തന്നെ പൊതുമണ്ഡലത്തില് മുസ്ലിങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾ പറയുന്ന പല വിഷയങ്ങളുമായും ബന്ധപ്പെട്ട നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി.
ഞങ്ങളതെടുത്ത് കാണിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി സ്പഷ്ടമായി. ഇസ്ലാം മതം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണല്ലോ. ശരി, ഓരോ ഉസ്താദുമാരും സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ? സ്ത്രീകൾക്ക് വീടിന്റെ ഉള്ളറകളാണ് ഉത്തമം. ശരി, ഭർത്താവിന്റെ കടമകൾ നിർവഹിച്ച് വീട്ടിലിരിക്കുക. എന്താണ് ആ കടമ? ഭർത്താവിന്റെ ഒരു മുക്കിൽ നിന്ന് ചലവും ഒരു മുക്കിൽ നിന്ന് രക്തവും ഒഴുകിയാൽ അത് നക്കി കുടിച്ചാൽ പോലും ഒരു ഭാര്യയുടെ കടമ തീരില്ല എന്ന് പറയും. വേറൊരുത്തം വന്നിട്ട് പറയുന്നു, പ്രസവപ്പലകയിൽ സ്ത്രീ പ്രസവം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ പോലും ഭർത്താവിന്റെ ലിംഗം എഴുന്നേറ്റാൽ അവൾ കടന്നു കൊടുക്കണമെന്ന്. ഒരു മുസ്ലിം സ്ത്രീ ഒരു മുസ്ലിം ഡോക്ടറെ തന്നെ കാണണമെന്ന്, അതും ഒരു ഫീമെയിൽ ആയിരിക്കണമെന്ന്. ഇതിലെ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലാകും. വീടിന്റെ ഉള്ളറകളിലേക്ക് സ്ത്രീകൾ ഒതുങ്ങാൻ തീരുമാനിച്ചാൽ എങ്ങനെയാണ് സ്ത്രീകളിൽ ഡോക്ടർമാരുണ്ടാകുന്നത്? സ്ത്രീകളിൽ ബാലികമാരായിട്ടുള്ള ഉമ്മമാരല്ലേ ഉണ്ടാകും നമ്മുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ? അപ്പോ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാറുണ്ടോ? ശൈശവ വിവാഹത്തെ കുറിച്ച് ഇതൊന്നും ശരിയല്ല എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഇല്ല, കാരണം മറ്റവർക്ക് വേദനിക്കും. നിങ്ങൾ എപ്പോഴും സേഫായ സോണിൽ നിന്നുകൊണ്ടേ ഇതൊക്കെ കാണും. നമുക്ക് റാഫ, ഗാസ, ഏറ്റവും കൂടുതൽ ആളുകൾ ഗാസയിലെ ആളുകൾക്ക് വേണ്ടി കരയുന്നു. നമുക്കൊന്ന് വൈറലാകണമെങ്കിൽ നാളത്തെ ഡോക്ടർ, നാളത്തെ എഞ്ചിനീയർ, അല്ല നൈജീരിയയിലും നാളത്തെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ഇല്ലേ? ബംഗ്ലാദേശിൽ നിന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ നാളത്തെ എഞ്ചിനീയറും ഡോക്ടറും പ്രൊഫസർമാരും ഒന്നുമില്ലേ? ഇറാനിൽ കൊലവിളിച്ച കൊമേനി സർക്കാർ എത്ര ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും കളക്ടർമാരെയും ഒക്കെയാണ് കൊന്നത്. പലസ്തീനുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണല്ലോ ഈജിപ്റ്റ്. റാഫ അതിർത്തി കഴിഞ്ഞാൽ ഈജിപ്റ്റാണ്. ജോർദാൻ, ലെബനൻ, സിറിയ, സൗദി, ഇവരിൽ എത്ര പേര് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേര് പറഞ്ഞു കരഞ്ഞു? ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചു? ഗാസയ്ക്കു വേണ്ടി കരഞ്ഞവരെ പോലും സൗദി പിടിച്ച് പുറത്താക്കി, ജയിലിലടച്ചു. നിങ്ങൾ കണ്ടോ എവിടെയെങ്കിലും? അറബ് നാടുകളിൽ പോലും ഇസ്രായേലിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഹമാസിനെ അനുകൂലിച്ചോ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയോ ഒരു കൊടിയോ ഒരു മുദ്രാവാക്യമോ ഒരു പിന്തുണയോ അവിടെ ഉയർന്നിട്ടില്ല. ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങൾ ഹമാസ് ഗാസക്കാർ അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി റാഫ കവാടം അടയ്ക്കുകയും അതിർത്തി മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുകയുമാണ് ചെയ്തത്. വലിയ മതില കെട്ടിയത്, അതിർത്തിയിൽ വലിയ സൈന്യത്തെയാണ് വിന്യസിപ്പിച്ചത്. അവർക്കില്ലാത്ത കരച്ചിലാണ് ആയിരക്കണക്കിന് അകലെ കേരളത്തിൽ കിടക്കുന്ന കുറച്ച് പട്ടിക്കൂട്ടങ്ങൾ കിടന്ന് കരയുന്നത്. നിനക്കൊക്കെ ആകെ റാഫ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ഗാസ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ? നാണവിൽ എന്ത് ക്രൂരതയാണ് നിങ്ങൾക്കിത്? ഇസ്രയേലാണ് എതിർഭാഗത്ത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരുടെ കരച്ചിൽ. ഇറാൻ കൊന്നു തള്ളിയത് സ്വന്തം ജനതയെ തന്നെയായിരുന്നു. സിറിയ കൊല്ലുന്ന കുർദിഷുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യസീദികളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗാസ സ്നേഹം നൈജീരിയയിലുണ്ടോ? സ്വന്തം രാജ്യത്ത് പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചുണ്ടോ? ഇസ്രയേലില് ഹമാസ് നരനായാട്ട് നടത്തി 1400 പേരെ കൊന്നതിൽ ഒരു കുഞ്ഞിന്റെ പേരൊന്ന് ഓർക്കാമോ നീയൊക്കെ? ഇറാഖിൽ മരിച്ചിട്ടുള്ള എത്ര കുഞ്ഞുങ്ങള്? സിറിയയിൽ ഐസിസ് ഭീകരർ കുട്ടികളുടെ തലയ്ക്ക് ഉന്നം പിടിച്ച് വെടിവെക്കാൻ പഠിപ്പിക്കുന്ന പരിപാടിയിൽ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. എന്തേ കരയാത്തത്? നിങ്ങളെ കരയിപ്പിച്ചത് നിങ്ങളുടെ മതമാണ്, നിങ്ങളുടെ മതപ്രീണനമാണ്, നിങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ മുഖമാണ്. ഇസ്രായേലിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബലാത്കാരം ചെയ്യപ്പെടുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എതിർഭാഗത്ത് നിൽക്കുന്ന ഹമാസ് ആയതുകൊണ്ടാണ്. നിങ്ങളുടെ സമനിലയ്ക്ക് കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്. ഗാസയിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസ്.
അവിടെ ജനിച്ച കുട്ടിയും മരിച്ച കുട്ടിയും ജീവിച്ചിരിക്കുന്ന കുട്ടിയും നാളത്തെ ഹമാസ് തീവ്രവാദികളാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹമാസ് പോരാളികളല്ല. അവിടെ ഹമാസിനെ വളർത്തിക്കൊണ്ടുവന്നവർ ഇന്ന് അനുഭവിക്കുന്നു. എന്നിട്ട് ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞു, അവര് കയറി മാന്തി. അവർ അരിപ്പയാക്കി അടുക്കി വെക്കും. അവരോട് കയറി വല്ലാതെ കളിച്ചാൽ, എന്നിട്ട് അതൊന്നും കാണാതെ, ഓ ഇവർക്ക് എന്താലേ ഒരു സ്നേഹം, ഒരു സഹജീവി സ്നേഹവും ഇവരുടെ ദയയും മാനവികതയും ഒക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുക. നമ്മളോട് പലരും വന്ന് ചോദിക്കും, നിങ്ങൾക്കൊരു മനസാക്ഷിയിലെ മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ല, ബൂമറാങ് എൻ്റെ പേര് മാറ്റിയിട്ടില്ലെങ്കിൽ എന്നെ എന്തോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പോയിരുന്നല്ലോ. എന്തേ എന്തേ ഏ മോനെ, ഇവിടെ മര്യാദയ്ക്ക് നിന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അമേരിക്ക എടുത്ത് പുറത്ത് കളയുന്നത് പോലെയും ഇസ്രായേല് തലയ്ക്ക് ഓട്ട ഇടുന്നത് പോലെയും ഞാനും മണ്ടയടിച്ച് പൊട്ടിച്ചെടുത്ത് പുറത്തിടും. കേട്ടോ? നിന്റെ ഭീഷണികളും കൊലവിളികളും തെറിവിളികളുമൊക്കെ നിന്റെ അച്ചി വീട്ടിൽ മതി, അല്ലെങ്കിൽ നിന്റെ തള്ളയുടെ തറവാട്ടിൽ മതി. ഇവിടെ വേണ്ട. ഇവിടെ അതൊന്നും ചെലവാകത്തില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യവുമില്ല. ഇതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാനുള്ള ക്ഷമയുമില്ല. എൻ്റെ പേര് മാറ്റണം, തലയിൽ തട്ടമിടണം, തട്ടമിട്ടാൽ ഊരണം. ഇവിടെ വേണ്ട കേട്ടാ. അവിടെ മതി. ഇവിടെ ഒന്നും വേണ്ട. അപ്പോ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തെ ഇന്ത്യ മഹാരാജ്യം നിരോധിച്ചതും അതിനെ കുറച്ച് നേതാക്കളെ പിടിച്ച് ജയിലിലിട്ടു. അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. ഡിജിറ്റൽ രേഖകളൊക്കെ പുറത്തെടുത്തു. ഹിറ്റ് ലിസ്റ്റുകൾ, ഹിറ്റ് സ്ക്വാഡുകൾ. അതുകൊണ്ടൊക്കെ മാത്രം ഭാരതമോ ഈ കൊച്ചു കേരളമോ തീവ്രവാദത്തിൽ നിന്ന് മുക്തമായി എന്ന് പറയരുത്. ഈ തീവ്രാശയം ക്യാൻസർ പോലെ പടർന്നുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നീട് ജീവനും കൊണ്ടേ പോകൂ എന്നതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ, മനസ്സിൽ, തലച്ചോറിൽ ഈ തീവ്രാശയം കടന്നുകൂടിയാൽ രക്ഷയില്ല. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഒക്കെ കൂട്ടക്കൊല ചെയ്ത്, ബലാത്കാരം ചെയ്ത്, കുട്ടികളെ ജീവനോടെ മണ്ണിട്ടു മൂടി ഹമാസ് ഭീകരന്മാർ അവർക്ക് പരസ്യ പിന്തുണയുമായിട്ട് കേരളത്തിലെ മുസ്ലിം യുവാക്കൾ രംഗത്തിറങ്ങുന്നത് പോപ്പുലർ ഫ്രണ്ട് ഈ കേരളത്തിൽ വേരോടിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. ആ യുവാക്കളുടെ കണ്ണിൽ ഹമാസ്, ഹിസ്ബുള്ള, താലിബാന്, ഐസിസ് ഇതൊക്കെ ശരിയാണ് എന്നാണ്. അതായത് അവരും ഒരവസരം കിട്ടിയാൽ ആ മുസ്ലിങ്ങളെ ഇതൊക്കെ ചെയ്യുമെന്ന്. ഇതില്ലാതിരിക്കണമെങ്കിൽ ഒരു പുസ്തകമാണ് പ്രധാനപ്പെട്ട വില്ലൻ. ആ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പഠന സംബന്ധമായിട്ട് നമ്മൾ ഇതൊക്കെ ജനങ്ങളെ ഇന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞങ്ങൾ വെറുതെ അല്ല വിമർശിക്കുന്നത്. ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പഠിച്ചു മനസ്സിലാക്കി ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെയാണ്, അവരോട് നമ്മൾ പറയുന്നു, നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇന്ത്യ ഹിന്ദു രാജ്യമാകുന്നു, ഇസ്ലാം മത രാജ്യമാകുന്നു എന്നുള്ളതൊന്നുമല്ല. നമുക്കിവിടെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ആകാതിരിക്കണ്ടേ നമ്മുടെ രാജ്യം? നമ്മൾക്ക് ഈ രാജ്യത്തോട് സ്നേഹമുണ്ട്, കൂറുണ്ട്, പ്രതിബദ്ധതയുണ്ട്. ഇന്ത്യയോട് വെറുപ്പ് കാണിക്കുന്ന, ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളുമായിട്ട് സഹകരിക്കേണ്ടെന്ന ഗതികേട് നമുക്കില്ല.
അതുകൊണ്ട് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ഈ രാജ്യം വന്നാൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. വന്നു കഴിഞ്ഞിട്ട് കിടന്ന് മുങ്ങിയിട്ട് കാര്യമില്ല. ഈ രാജ്യത്തിന്റെ സകലമാന സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചിട്ട് ഈ രാജ്യത്തെ ഇസ്ലാം മതവൽക്കരിക്കുന്നതിനു വേണ്ടി നടക്കുന്ന ആളുകളോട് സാഹോദര്യമോ സൗഹൃദമോ മൃദു സമീപനമോ ഇന്ത്യ ഒരു വികാരമായിരിക്കുന്ന ആളുകൾക്ക് പറ്റും. ഒരു ഇസ്ലാമിക രാജ്യത്തും കാണാത്ത അന്യമത സെലിബ്രിറ്റികളെ ഉണ്ടാക്കി ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് അവരുടെ മതേതരത്വവും മഹിമയും മാനുഷിക ഗുണവും ഒക്കെ തെളിയിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റമാണ്. എന്ത് ദുർഗതിയാണ് ഇവരുടേത്. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളോട് അതല്ലെങ്കിൽ അന്യമതസ്ഥരോട് വെറുപ്പുണ്ടാക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കറിയാമോ, ഇസ്ലാമിക രാജ്യമായിട്ടുള്ള UAE പ്രവാചകൻ ജനിച്ച് പ്രബോധനം ചെയ്ത ഖുർആൻ ഇറങ്ങിയ നാട്. മുസ്ലിം ഇതര ആരാധനാലയങ്ങൾ എത്രയുണ്ടെന്നറിയാം? 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര കിതാബ് വലിച്ചെറിഞ്ഞപ്പോൾ രാജ്യത്ത് മൊത്തം 73 മുസ്ലിം ഇതര ആരാധനാലയങ്ങളുണ്ട്. ക്ഷേത്രങ്ങളും ചർച്ചുകളും. അവിടെ ഇത്തരത്തിൽ മറ്റു മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് തലസ്ഥാനമായിട്ടുള്ള അബുദാബിയിലാണ്. 27ഓളം അന്യ മതസ്ഥരുടെ ആരാധനാലയങ്ങളും. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശിലാക്ഷേത്രമായിട്ടുള്ള BAPS ഹിന്ദു മന്ദിർ അബുദാബിയിലാണ്. ദുബൈയിൽ 14, റാസൽ ഖൈമയിൽ 11, ഷാർജയിൽ 10, ഫുജൈറയിൽ 8, ഉമ്മുൽ ഖുറൈൻ 2, അജ്മാനിൽ 1. ഇങ്ങനെ മറ്റ് എമിറേറ്റ്സിലെ കണക്ക് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ കണക്കുകളാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്ന UAE-യിലെ ഇവയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള മന്ത്രാലയം പോലും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടണം, സുപ്രഭാതം പാടില്ല, ഞങ്ങൾക്ക് ബാങ്ക് വിളി മാത്രമേ പാടുള്ളൂ. ആ ക്ഷേത്രങ്ങളൊക്കെ പിടിച്ചെടുത്ത് ഗ്യാൻവാപ്പിയൊക്കെ കണ്ടില്ലേ, ഞങ്ങൾക്ക് അവിടെ ഒക്കെ ഇങ്ങനെ പള്ളികളാക്കി മസ്ജിദാക്കി മാത്രം കൊണ്ടുപോകണം. നമ്മുടെ നാട്ടിൽ 2019 ഫ്രാൻസിസ് മാർപ്പാപ്പയും അൽ അസ്ഹർ ഗ്രാൻഡ് ഇമാം ഷെയ്ഖ് അഹമ്മദ് അൽ തൊയ്യിബും അബുദാബിയിൽ ഒപ്പുവെച്ച മാനവ സാഹോദര്യ മാർഗരേഖ ആഗോള ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഫെബ്രുവരി 4-ാം തീയതി രാജ്യാന്തര മാനവ സാഹോദര്യ ദിനമായിട്ട് അന്ന് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതാണ്. മുസ്ലിം ഇതര ആരാധനാലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ വ്യക്തമാക്കുന്ന 2023 ഫെഡറൽ നിയമപ്രകാരമാണ് UAE-യിൽ പുതിയ ആരാധനാലയങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നത്. UAE-യിലെ ആദ്യ കത്തോലിക്ക ദേവാലയം, അതായത് സെന്റ് ജോസഫ് ചർച്ച്, 1965 സ്ഥാപിക്കപ്പെടുന്നത്. 14 ഭാഷകളിലായി 23 കുർബാനകളാണ് വിശേഷ ദിവസങ്ങളിലൊക്കെ അവിടെ നടക്കുന്നത്. അവിടെ എങ്ങും ആരും പോയിട്ട് ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കുന്നില്ല. അവിടമൊക്കെ അടച്ചു പൂട്ടണമെന്നും അവിടുത്തെ ശബ്ദങ്ങൾ അലോസരമാണെന്നും പറഞ്ഞു ഒരാളും കോലാഹലം ഉണ്ടാക്കുന്നില്ല. വിവിധ എമിറേറ്റ്സിലെ ആരാധനാലയങ്ങളിലും വിവിധ രാജാക്കന്മാർ വ്യത്യസ്തമായ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. UAE-യിൽ മുസ്ലിം ഇതര ആരാധനാലയങ്ങൾക്ക് ലൈസൻസ് നിർബന്ധമാണ്. ഇതിനു വേണ്ടി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. UAE-യിൽ 5 വർഷമായിട്ട് താമസിക്കുന്ന അംഗീകൃത മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവർക്കാണ് ആരാധനാലയം നിർമ്മിക്കാനുള്ള ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഈ രൂപത്തിൽ 40 വയസ്സിന് മുകളിലുള്ള 20 അംഗങ്ങൾ ഉള്ള ഒരു സമൂഹത്തിനാണ് ആരാധനാലയത്തിന്റെ ലൈസൻസിന് അപേക്ഷിക്കാൻ ഉള്ള ബൈലോ. അതായത് അതേ മതവിഭാഗങ്ങളിൽ നിന്നുള്ള അംഗീകാരത്തോടുകൂടി തന്നെ ആയിരിക്കണം ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോഴാണ് അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ ഒരു സ്ഥലം അനിവാര്യമാണ് എന്ന് ഭരണകൂടത്തിന് മനസ്സിലാവും. അത് പ്രവർത്തിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷി ഈ സമൂഹത്തിന് ഉണ്ടായിരിക്കണം എന്ന ഒരൊറ്റ നിബന്ധനയാണ് പിന്നീട് വരുന്നത്. ഇവിടെ
പള്ളികളിൽ സുപ്രഭാതം, അമ്പലത്തിൽ സുപ്രഭാതം കേൾക്കുന്നു, ചർച്ചിൽ മണിയടി. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോ നമുക്ക് പറ്റുന്നില്ല അല്ലേ? അവിടെയൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയാമോ? അവർ 6-ാം നൂറ്റാണ്ടിലെ ഗോത്രമതം വലിച്ചു കീറിയെറിഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് ആധുനിക മനുഷ്യനാകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെയുള്ളവർക്ക് അതിന് കഴിയുന്നില്ല. ഇവിടെയുള്ളവരെല്ലാ കാലത്തും മദ്രസ പൊട്ടന്മാരായിട്ട് ജീവിക്കും. ആ PK, ഞാൻ ആദ്യം ഹൈത്തമ്മി എന്ന് നന്നായിട്ട് അക്ഷരത്തെറ്റില്ല അതൊന്ന് എഴുതാൻ പഠിച്ചിട്ട് വെച്ചല്ലേ. എന്നിട്ട് ഹൈത്തമിയെ ഞാനുമായിട്ടുള്ള ഡിബേറ്റിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പോയിട്ട് വെച്ചല്ലേ. ആദ്യം ഹൈത്തമിയെ കയ്യും കാലും വലിച്ചു കെട്ടിയെങ്കിലും കൊണ്ടുവന്നിരുത്ത് ഡിബേറ്റിന് ചെല്ല്. അവനെയും അതുപോലെ വേറൊരുത്തനെയും കൂടി ഞാൻ ഡിബേറ്റിന് വിളിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു അനക്കവും ഇല്ല. വരാൻ പറ, ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ. ആ സിയാദെ, എൻ്റെ കുടുംബം നല്ലത് തന്നെയാടാ. എന്തേ? നിന്റെയൊക്കെ ഉമ്മയെ പോലെ, നിന്റെയൊക്കെ വീട്ടിലെ പെങ്ങന്മാരെ പോലെ ഏതെങ്കിലും വ്യഭിചാരശാലയിലാണോ എൻ്റെ വീട്ടിലെ ആളുകളുള്ളത്? ആരെങ്കിലും ഇരുമ്പ് നിക്കറിട്ടിട്ട് പോയി പൊട്ടിത്തെറിക്കാൻ പോകുന്നുണ്ടോ എൻ്റെ വീട്ടിലെ ആളുകൾ? എൻ്റെ വീട്ടിലെ ആളുകൾ നല്ലതല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? സത്യമാണ് റെനി. ഇവർക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആരാധനാലയങ്ങൾ ഉണ്ടെങ്കിലും ഇവരെന്തിനാണ് ഈ റോഡിലൊക്കെ നിസ്കരിക്കുക? റെയിൽവേ സ്റ്റേഷനിൽ, ട്രെയിനിനകത്ത്, ഫ്ലൈറ്റിനകത്ത്, ബസ്സിൽ, ബസ് നിർത്തി എനിക്ക് ഇപ്പോൾ നിസ്കരിക്കണം ബാങ്ക് വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. ഇതെന്തോ ഇവരെ കാണിക്കുന്നത്? ആ അപ്പൻ പറയാനുണ്ടോ? അത് പുറത്തു വന്നു കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് വലിയ രൂപത്തിൽ അടിപറ്റുമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ആ ഡിബേറ്റ് മുക്കി. ശരി, മുട്ടയല്ലേ മുക്കിയുള്ളൂ. ഞാനിപ്പോഴും റെഡിയാണല്ലോ ഡിബേറ്റിന്. വരട്ടെ. അപ്പോൾ നമുക്കിനിയും പിന്നെ കാണാം.